ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം എന്ന സ്ഥലത്താണ്. വെമ്പായത്ത് നിന്ന് ഒഴുകുപാറക്കിലെത്തുകയും അവിടുന്ന് തമ്പുരാൻപാറ ടൂറിസം സെൻറ്ററിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വലിയൊരു പാറയും അതിനോട് ചുറ്റുമുള്ള പ്രദേശവുമാണ്. വളരെ മനോഹരമായ ഒരു ഉയർന്ന പ്രദേശമാണ്. കേരള ടൂറിസം വകുപ്പിൻ്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. തമ്പുരാൻപാറ ട്രക്കിംഗ് സെൻ്ററാണിത്. ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ചാണ് നടക്കാനുള്ളത്. ഫുള്ള് സ്റ്റെപ്പും പാറപ്പുറത്തൂടെയുള്ള നടത്തയാണ്. നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് അനദർ വീഡിയോ. ഇതാണ് തമ്പുരാൻപാറയിലേക്ക് കയറി വരുന്ന വഴി. മുകളിലേക്ക് കയറി പോകണം. ചുറ്റും റബ്ബറും തോട്ടമാണ് കേട്ടോ ഇതിൻ്റെ. ഇവിടെ ചുറ്റും കാടാണ് കേട്ടോ. ഫുള്ള് കാട് കയറി ഇട്ടിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇട്ട് പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ കാണാം. ഫുള്ള് മലയോര പ്രദേശമാണ് കേട്ടോ. ചുറ്റും റബ്ബർ, വലിയ വലിയ മരങ്ങൾ, ചെറിയ പാറകൾ എല്ലാം ഉണ്ട്. ഏകദേശം പകുതിയോളം കയറി ഗൈസ്. ഫുള്ള് കാടാണ് കേട്ടോ. കാട് കയറി ഒരു പരുവായി കിടക്കുകയാണ്. നമ്മൾ കയറി പകുതിയോളം എത്തിയിരിക്കുകയാണ്. പകുതി വരെ എത്തിയപ്പോഴത്തേക്ക് ഊപ്പാട് വന്നു. ഇവിടെ ഒരു വലിയ പാറയുണ്ട്. മലയുടെ ഒരു സൈഡിലേക്ക് ഇടതൂർന്ന് കിടക്കുന്ന ഒരു പാറ. താഴെയായി നമുക്ക് തിരുവനന്തപുരം ജില്ലയുടെ പ്രാന്ത പ്രദേശങ്ങൾ കാണാം. അടിപൊളി മനോഹരമായ കാറ്റ്, നല്ല കാറ്റ്. നട്ടുച്ച സമയമാണ് ഗൈസ്. ഏകദേശം 2:30 ഉച്ചയ്ക്ക്. ഇത് കണ്ടോ, ഫുള്ള് കുപ്പിച്ചില്ലുകളാണ് ഗൈസ്. കണ്ടോ, ഈ വെളുത്ത് കാണുന്ന എല്ലാം കുപ്പിച്ചില്ലാണ്. നമ്മൾ പാതിയെ എത്തിയിട്ടുള്ളൂ. ഇനിയും മുകളിലേക്ക് കയറാൻ കുറേ ഉണ്ട്. പകുതി വഴിയിലെത്തുമ്പോൾ തന്നെ പാറ, നിരന്ന ഒരു പാറ താഴത്തേക്ക് കുത്തനെ കിടക്കുകയാണ്. കണ്ടോ, 500 മീറ്റർ ഫുള്ള് കുത്തനെയുള്ള സ്റ്റെപ്പുകളായിരുന്നു. അത് കയറിയപ്പോഴത്തേക്ക് ആഴ്ച തുടങ്ങിയിരിക്കുകയാണ്. ടൂറിസ്റ്റുകളൊക്കെ അധികം വരുന്നൊരു പ്രദേശമാണ്. എങ്കിലും നട്ടുച്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ആരും കാണാനില്ല. കുറച്ച് പേരൊക്കെ മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മൾ പകുതി ദൂരത്തിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയ തറയോടി ഭാഗ്യവർ വഴി. ഇവിടെ മാത്രമാണ് ലേശം തണലുള്ളത്. സൈഡിലേക്കായിട്ട് ഇതുപോലെ സ്റ്റീലിൻ്റെ കൈവരികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. അത്യാവശ്യം നല്ല ക്ഷീണമുള്ളവർക്കൊക്കെ കയറിപ്പോകാൻ പിടിച്ച് കയറിപ്പോകാൻ പറ്റുന്നൊരു സ്ഥലം. താഴത്തേക്ക് പോവില്ല. താഴെ നല്ല ഒത്തു താഴ്ചയാണ് കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ പാറ, ഒരു നിരന്ന ഒരു പാറ. ഇവിടെ ചെറിയ ചെടികൾ ഇതിനിടയ്ക്കൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. റബ്ബറാണ് കേട്ടോ, ചുറ്റും റബ്ബറാണ്. റബ്ബർ പ്ലാന്റേഷനുകളാണ് കൂടുതലും. ഇതറിയാത്തവർക്കായി ഇതാണ് കാഞ്ഞാവ്. ഇതിൻ്റെ കാ വെച്ച് നമ്മൾ പണ്ട് ഈറക്കുഴൽ വെച്ച് തോക്കുണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുമായിരുന്നു നമ്മൾ. അതിൻ്റെ പൂവാണ്. നീലക്കുറിഞ്ഞേക്കാഴി നീല അല്ലേ, മനോഹരമായ നീല, അടിപൊളി.
സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൈവരിയാണ്. വലിയ ബലമൊന്നുമില്ല കേട്ടോ. നല്ലൊരാളെ തള്ളിക്കഴിഞ്ഞാൽ താഴത്തേക്ക് പോകത്തൊന്നുമില്ല. താഴത്തേക്ക് നോക്കിയാണ് കേട്ടോ, നീണ്ട് നിവർന്ന് മലർന്നങ്ങനെ കിടക്കുകയാണ്. വലിയ ഒരു പാറ നീളത്തിൽ. അതിട്ട് ഏതാണ്ട് പാതിയോളം മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും മുകളിലേക്ക് സഞ്ചരിക്കാനുണ്ട്. ആഹാ, ഉഗ്രം കാറ്റ്. തിരുവനന്തപുരം ജില്ലയുടെ പകുതിയോളം ഇവിടെ നിന്നാണ് കാണാം കേട്ടോ. ചുമ്മാ തള്ളിയതാ, പകുതിയൊന്നുമില്ല, എന്നാലും ഏറെക്കുറെ. കാടിന് നടുവിൽ മാവ്, പാല, കുളമാവ്, അങ്ങനെ പലതും പൂത്ത് വയ്ക്കും. വന്ന് കൈവരി ഇവിടെ എത്തിപ്പോഴത്തേക്കും കൈ മാത്രമേ ഉള്ളൂ, അതിനടുക്കൂടുള്ള വരിയില്ല. ഇടയിൽ കൂടെ ചാടിപ്പോകാനാണെന്നോ എന്തോ, അതോ ചാടിപ്പോയവരിതും കൊണ്ട് പോയതാണോ, അതോ വന്നവരിതും കൊണ്ട് പോയതാണോ ഒന്നും അറിയാൻ മേല. ഇവിടെ വന്നപ്പോഴത്തേക്ക് കൈവരി ശോഷിച്ച് കൈ ചിലയിടത്ത് വരി, ചിലയിടത്ത് നിര, ചിലയിടത്ത് കുറ്റികൾ മാത്രമായി മാറിയിരിക്കുകയാണ്. ഓ ഗൈസ്, ഇതാരാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്ത് മനുഷ്യരല്ലേ! നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ നോക്കുകയാണേ. അതിനെ പരിപോഷിക്കാൻ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഓരോരോ പദ്ധതികൾ ഇത്തരത്തിൽ കയ്യേറി നശിപ്പിച്ച് മരണക്കോടാലിയാക്കി സാമൂഹ്യപരിതരായ ചില ആൾക്കാർ. ഇവിടെ ഒരു പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. നല്ല മനോഹരമായ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അതിപ്പോൾ നന്നാക്കിയിട്ടൊന്നുമില്ല. അതിൻ്റെ പണി പാതിയിൽ വെച്ചിട്ട് നിർത്തിയേക്കുവാണെന്ന് തോന്നുന്നു. എവിടെയൊക്കെയോ വെള്ളപൂശിയത് മാത്രം കാണാം. ഓ, അല്ല വെന്ത പുല്ല്. നിങ്ങൾ നോക്കി, ഇവിടുന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വല്ല ബന്ധമുണ്ടോ നോക്കി. അവിടെ കുപ്പിച്ചില്ല് മാതിരി സാധനങ്ങൾ എല്ലാം അവിടെ ചേരിയിട്ടിട്ടുണ്ട്. നല്ലൊരു പ്രദേശം, മനോഹരമായ പ്രദേശം. താഴത്തേക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല, തല ഇറങ്ങി പണ്ടാറടങ്ങി പോകും. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. കൈവരികളെല്ലാം കുറേ ഭാഗത്ത് താർന്നിരിക്കുകയാണ്. താർന്ന പ്രദേശങ്ങളൊന്നും നന്നാക്കാനുണ്ടോ ബാക്കിയുള്ള മെയിൻ്റനൻസിൻ്റെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഇതെല്ലാം ചെയ്യും. എങ്കിലും അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളോ പുനരുദ്ധാരണപ്പടികളോ മെയിൻ്റനൻസോ നമ്മുടെ സർക്കാർ ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ നിന്ന് അങ്ങോട്ട് താഴത്തേക്ക് ആരും പോവില്ല എന്നായിരിക്കും. മുകളിൽ കൂടി ഒരു കമ്പി മാത്രം അങ്ങനെ പോകുന്നുണ്ട്. ഓ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിതിന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു സുരക്ഷയുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കമ്പിയുടെ വെളിയിലാണ്. താഴത്തേക്കുള്ള താഴ്ച കണ്ടോ. രാത്രികാലങ്ങളിൽ വരെ ഇവിടെ ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാരെന്ന് വെച്ചാൽ നാട്ടുകാർ, പിന്നെ ഈ പറയുന്ന ആവാസത്തരം കുറച്ച് കയ്യിലുള്ള ആൾക്കാർ. ഗൈസ് കണ്ടോ, അവിടെ ചപ്പ്, ചവറ്, കുപ്പികൾ എല്ലാം ഇവിടെ വീണ്ടും കാണാം നമുക്ക്. ഇവിടുത്തെ മെയിൻ്റനൻസിൻ്റെ ബാക്കി വന്ന കട്ടകളാണോ അതോ ഇനി പണിയാനുള്ള കട്ടകളാണോ എന്നറിയില്ല. കുറേ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിമൻറ്റ് പൊടി എന്ന് പറയാൻ പറ്റില്ല, പാറപ്പൊടി. ഈ കാട്ടിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് അടുത്ത പാറ. ഈ പാറയിൽ നമ്മൾ വലിഞ്ഞു കയറിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് വന്നപ്പോൾ ഇവിടെ വേറെ ചെറിയൊരു പാറ. ഈ പാറയും മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ പാറകളെ കാണാം. നിങ്ങൾക്ക് കാണാം ആ നിൽക്കുന്ന മരുതി, ആ നിൽക്കുന്ന മാഞ്ചിയം, പറങ്കാവ്, കുളമാവ്, റബ്ബർ, പാല, ഇതെല്ലാം അവിടെ എവിടെയൊക്കെ ആയിട്ട് പൂത്ത് നിൽപ്പുണ്ട്. ഇനിയും കുറച്ച് മുകളിലേക്ക് കയറേണ്ടി വരും. ഇവിടെ ബാരിക്കേഡിനുള്ള കമ്പികളൊക്കെ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഒന്നും കാണാനില്ല. കമ്പി മാത്രം ഇങ്ങനെ കുഴിച്ച് നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുഴിച്ച് നിർത്തിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് വളർന്നു വരുമായിരിക്കും. അത് കഴിയുമ്പോൾ ഇങ്ങനെ കൈവരി പിടിപ്പിക്കുമായിരിക്കും.
എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അവിടെ ഒരു വാട്ടർ ടാങ്ക് നമുക്ക് കാണാം. ആ വാട്ടർ ടാങ്കിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് അടിയിലേക്കും കണക്ഷനില്ല, മുകളിലേക്കും കണക്ഷനില്ല എന്നുള്ളതാണ്. ഇവിടെ മേളിൽ നിന്നുള്ള വെള്ളം താഴത്തേക്ക് മഴവെള്ളം പിടിച്ചിട്ട് ഇവിടെ സർവേ ചെയ്യുമോ, എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. എന്തായാലും അങ്ങനൊരു സാധനം അവിടെ ഇട്ടുണ്ട്. അവിടെ നിന്ന് നീളുന്ന ആ കുഴിച്ചിട്ട കമ്പികൾ, പാറപ്പുറത്ത് കുഴിച്ച് കോൺക്രീറ്റ് ഇട്ട കമ്പികൾ ഇങ്ങനെയായിട്ട് അങ്ങ് അറ്റം വരെ നിരന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതെങ്ങനെയാണ് ഇതിൽ നിന്നൊരു മനുഷ്യനെ താഴത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ വഴുതി വീഴുന്നൊരു മനുഷ്യനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് ഈ കമ്പികൾ എന്ന് സംശയമുണ്ട്. എന്താണെങ്കിലും അത് വലിയ കൗതുകമാർന്നൊരു കാഴ്ചയായിരിക്കും. ഓ ഗൈസ്, നമ്മളതിൻ്റെ തമ്പുരാൻപാറയുടെ നെറുകന്തല എത്തിയിരിക്കുകയാണ്. ഗണപതിയുടെ മടിയിലിരിക്കുന്ന ഒരു ദേവിയുമാണ് ഇവിടുത്തെ രൂപം. നല്ല മനോഹരമായൊരു കാഴ്ച. അവിടെയും ചെറിയൊരു പാലയുടെ കമ്പിൽ കുറച്ച് മാലകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. താഴെയായിട്ടൊരു തമ്പുരാൻപാറയ്ക്ക് തൊട്ടപ്പുറത്തുള്ളൊരു പാറ, തൊട്ട് ആ സൈഡിൽ കാണുന്നൊരു പാറ, അതേ ആ കാണുന്ന പാറ. നിങ്ങളിവിടെ നോക്കുമ്പോൾ പാറയായിരിക്കും, ശരിക്കും അത് മനുഷ്യൻ പാറ തുരന്നുണ്ടാക്കിയ ഒരു കുഴിയാണ്. വലിയ ഗർത്തമാണ്. ഏതാണ്ട് 100-130 അടിയോളം താഴ്ചയുള്ള ഒരു പാറക്കോറിയാണ് ഗൈസ് നിങ്ങൾ താഴെ കാണുന്നത്. ഒരു പാറയുടെ മറവിൽ മറ്റൊരു പാറ തുരന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നട്ടുച്ച വെയിലത്ത് ആ ഗണപതി എങ്ങനെ സൂര്യൻ്റെ വെയിൽ കാഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ഓ ഗൈസ്, മാരകമായ ചൂട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാറ്റ്. ഈ കാറ്റിനിടയ്ക്ക് ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേൾക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ, വേറെ യാതൊരു ഓപ്ഷനും കാണുന്നില്ല. അതുപോലെ കാറ്റാണ്. പാറയുടെ ചെറിയ വിടവുകൾ അവിടെ ഇവിടെയായിട്ട് നടുകൂടി ഇങ്ങനെ വെള്ളമൊഴിച്ച ചാലാണ്. അവിടെ പുല്ലും ചെടികളും ഒക്കെ ഇങ്ങനെ പിടിച്ച് നിറഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണിത്. നമ്മൾ ആ പാറയുടെ മണ്ടയിൽ നിന്ന് വീണ്ടും തിരിച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നല്ല ചൂടും നല്ല വെയിലും. അവിടെ ഒരു ചെറിയ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതെ, ഇവിടെ ഒരു ചെറിയ ക്ഷേത്രമാണ്. അവിടെ ഒരു കല്ലിൽ തീർത്ത ഒരു വിളക്ക് കാണാം, ഒരു ചെമ്പകം. ഉള്ളിൽ കാടാണ് കേട്ടോ. ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയാണ്. ഓം നമഃ ശിവായ ഇതവിടെ ഉണ്ട്. പൂജയും വിളക്കെത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ അടുപ്പ് കൂട്ടിയൊരു കല്ല് കാണാം, കമ്പി ഇട്ട് മൂടിയ സ്ഥലം. ഇത്രയാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് ആ ബിൽഡിങ്ങിനകത്തേക്ക് പോവാം. എന്താണ് ആ ബിൽഡിങ്ങിനകത്തെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. കാട് തന്നെ കാട്, സർവത്ര കാട്. ഇതിനിടയ്ക്കൂടെയൊക്കെ വകഞ്ഞ് മാറ്റി വേണം ഓരോ സ്ഥലത്തേക്ക് പോവാൻ. ഓ, തലയ്ക്ക് മുകളിലാണ് കേട്ടോ കാട്. പുതിയ ബിൽഡിംഗ് ആയിരുന്നു, ഇടിച്ച് പൊളിച്ച് നാശക്കോടാലിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് പേരുകൾ കൊത്തിവെച്ചിരിക്കുന്ന ഭിത്തി, സ്പ്രേ പെയിൻറ്റ്, കരി മുതലായവ. ഇവരെയാണ് കാട്ടിനുള്ളിൽ പോയി കിടപ്പുണ്ട്. ഒടിച്ച് വലിച്ച് തൂക്കി എറിഞ്ഞതാണ്. ചപ്പും ചവറും, മുട്ടായി കവറുകൾ, മിക്സർ കവറുകൾ. ഒരു ചെറിയ റൂമുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഇതിലും ഭേദമാണ് കന്നാലിത്തൊഴുത്തെന്ന് തോന്നും. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഫുള്ള് പ്ലാസ്റ്റിക്കും ചപ്പ് കവറുകളാണ് ഗൈസ്. മരക്കൊമ്പ്, തടി, പ്ലാസ്റ്റിക്. സാമൂഹ്യ വിരുദ്ധരെ എങ്ങനെ പരിപോഷിക്കാം എന്നുള്ളത് നമ്മുടെ ടൂറിസം മാതൃകയാവുകയാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തേക്ക് നിലയിലേക്ക് വരുമ്പോൾ ഇത് പണിത ശില്പികൾമാരാണെന്ന് തോന്നുന്നു. ഫുള്ള് പേര് കൊത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ പേരും മലയാളികൾക്കുള്ളൊരു സ്വഭാവമാണല്ലോ. ഇതിൻ്റെ മുകളിലും അവസ്ഥ വ്യത്യസ്തമല്ല. ഇത് ടിക്കറ്റ് കൗണ്ടറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ
വിശ്രമത്തിന് വേണ്ടിയിട്ടോ പണിഞ്ഞതാണ്. ബെഡ്ഷീറ്റ് വരെ ഉണ്ട് ഇവിടെ. വരുന്നവർക്ക് ഉപയോഗിക്കാനാണെന്ന് തോന്നുന്നു. മരക്കൊമ്പിൽ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ഗൈസ്, നോക്കിയാണ് കാട് കയറി ലക്ഷക്കണക്കിന് രൂപ മുടക്കി സർക്കാർ വകയിരുത്തിയ ഫണ്ട് ഉത്തരവാദിത്തം ഇല്ലാത്തത് കൂടി തന്നെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ഉള്ള ആവാസമൊക്കെയാണ് കേട്ടോ എഴുതി വച്ചേക്കുന്നത്. അതൊന്നും പ്രേക്ഷകരെ കാണിക്കാൻ കൊള്ളുന്ന സാധനങ്ങളൊന്നുമല്ല. എന്നാലും പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ കേരളത്തിലെ തലസ്ഥാനത്തുള്ള ഒരു ടൂറിസം കൗൺസിൽ, പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലുള്ള അണ്ടറിലുള്ള ഒരു പ്രദേശത്തിൻ്റെ അവസ്ഥയാണിത്. വളരെ ദൂരത്തെങ്ങുമല്ല, തലസ്ഥാനത്തിൻ്റെ മൂക്കിന് താഴെയാണ്. ഇതാണ് ഗൈസ് ഇവിടുത്തേക്ക് ഒരു അവസ്ഥ. ഇവിടുത്തെ സൗന്ദര്യം ഒപ്പിയെടുക്കാനെന്ന് പറഞ്ഞു ഞാൻ ഇവിടുത്തെ അനാസ്ഥയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള ദുരവസ്ഥയൊക്കെ വീഡിയോ എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇതാണ് മലയാളി സമൂഹമേ ഇവിടുത്തെ കാഴ്ച. ഇതുപോലെ ആയിരക്കണക്കിന് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾ ഇതാണ് അവസ്ഥ. എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല. ഇത്ര മനോഹരമായൊരു പ്രദേശം കയറി വരുന്ന വഴിക്ക് എല്ലാം നമ്മൾ സൗന്ദര്യം കാണിക്കാൻ വന്ന നമ്മൾ ഇവിടുത്തെ അവസ്ഥയും സാഹചര്യവും കാണിക്കേണ്ട സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ ഇതിന് പ്രതികരിക്കുക, അല്ലാതെ വേറൊരു മാർഗവുമില്ല. കാണുന്ന പ്രേക്ഷകർ ഇത് പോലുള്ള സ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക്കുകൾ, വേസ്റ്റുകൾ, കുപ്പികൾ, പേപ്പറുകൾ, ചവറുകൾ ഒന്നും കൊണ്ടുവന്ന് നിക്ഷേപിക്കാതിരിക്കുക. കുപ്പിവെള്ളം കൊണ്ടുവന്നാൽ പോലും അവരവരുടെ ബാഗിലോ കയ്യിലോ സൂക്ഷിച്ച് പ്രോപ്പറായൊരു സ്ഥലത്ത് നമ്മൾ നിക്ഷേപിക്കുക. ഇത് അഭ്യർത്ഥനയാണ്. പൈതൃകവും പ്രകൃതി സൗന്ദര്യവും എല്ലാം നമ്മൾ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മുന്നേറി പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആ വിഷമത്തോടെ തിരിച്ചിറങ്ങി വരികയാണ് പ്രേക്ഷകരെ. ഈ കുത്തനെയുള്ള കയറ്റം എല്ലാം കയറി ഇത്രയും സ്റ്റെപ്പും കയറി മടച്ചതിൻ്റെ മേളിൽ ചെന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് ഗൈസ് നമ്മളവിടെ കണ്ടത്. വളരെ മനോഹരമായ സൗന്ദര്യമുള്ളൊരു പ്രദേശം. ഇത്രയും കയറിപ്പോയതെല്ലാം വെറുതെ ആയെന്ന് തോന്നിപ്പോവുകയാണ്. അങ്ങനെ മുകളിലെ കാഴ്ചയെ കണ്ട് നേരെ താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. മേളിലോട്ട് കയറിപ്പോയത് നല്ല ആവശ്യത്തോടെയാണ്. ഈ കയറിയ ആയാസമെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും അവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ, ഒരു വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മെയിൻ്റനൻസ് ചെയ്യുന്നതെന്ന് അറിയില്ല. എന്താണ് ഇതിൻ്റെ ബാക്കി മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യാത്തതെന്നും അറിയില്ല. സർക്കാർ ഇതുപോലുള്ള ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിലുള്ള ഓരോ ടൂറിസ്റ്റ് പ്ലേസുകളും ഇങ്ങനെ നാശകോടാലി ആയിക്കൊണ്ടിരിക്കുകയാണ്. കാട് കയറി നശിക്കുന്നത് പോട്ടെ, അത് എങ്ങനെങ്കിലും വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിക്കാം. ഈ പ്ലാസ്റ്റിക്കുകളും ബാക്കിയുള്ള മാലിന്യാവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളവിടെ നിക്ഷേപിക്കുന്നത് ആവാസ വ്യവസ്ഥയൊക്കെയുള്ള പല പല ജീവികൾ ഇതൊക്കെല്ലാം നാശം സംഭവിക്കും. ഈ പ്ലാസ്റ്റിക്കൊക്കെ അതൊക്കെ പറക്കി തിന്നു കളയും. അതൊക്കെ വലിയൊരു ദുരന്തം, വംശനാശം എന്നിവ ഉണ്ടാക്കും. ഇവിടെ കുരങ്ങുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒന്നിനെയും കാണാനില്ല. ഇതൊക്കെയാണ് പ്രേക്ഷകരെ ഇവിടുത്തെ അവസ്ഥ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.